ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലും വേടനുമൊക്കെയായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ലൈംഗികതയാണ്. സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരെ ഒരു പൊതുബോധം ഇന്ന് കേരളത്തിലുണ്ട്. അത് അനിവാര്യവുമാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ടെന്നും ലൈംഗികതയോടുള്ള മലയാളിയുടെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടെന്നും നമ്മുടെ അടിസ്ഥാന പ്രശ്നം ലൈംഗിക ദാരിദ്ര്യമാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധേയയായ ശ്രീലക്ഷ്മി അറയ്ക്കൽ. ഏവർക്കും സ്വാഗതം. ലൈംഗികതയെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് ലൈംഗിക ദാരിദ്ര്യമുള്ള സമൂഹമാണ്. ഈസി ആയിട്ട് സെക്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമൂഹമാണ്. അത് ചില ആൾക്കാർ വിചാരിക്കും പുരുഷന്മാർക്ക് മാത്രമാണെന്ന്. അങ്ങനെയല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്സ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഭയങ്കര പരിമിതമായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മളുടെ കേരളത്തിലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലി സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും പുരോഗമനപരമായിട്ടുള്ള ഫാമിലി ആണെങ്കിൽ പോലും തന്നെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അവിടെ അംഗീകരിക്കപ്പെടണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു രണ്ടുപേര് പ്രേമിക്കുകയോ അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യാനുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാനുള്ള ഒരു, അല്ലെങ്കിൽ ഇവർക്ക് സെക്സ് ചെയ്യാൻ സ്ഥലമില്ല, സേഫായിട്ട് സെക്സ് ചെയ്യാൻ നമ്മളുടെ കേരളത്തിൽ സ്ഥലമില്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ പാർക്കിലും അവിടെ ഇവിടെയൊക്കെ പോയി പിള്ളേർ ഇരിക്കുന്നതും ഈ സദാചാര പോലീസിങ് നേരിടേണ്ടി വരുന്നതൊക്കെ. സേഫായിട്ട് സെക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, സെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ബേസിക് ആയിട്ടുള്ള അവകാശമാണ്, ബേസിക് ആയിട്ടുള്ള നീഡാണ്. പക്ഷെ അതിന് സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. ഇപ്പം നമുക്ക് ഒരു ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കാണെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സെക്ഷൽ പാർട്ട്നേഴ്സിനെ പല വിധത്തിൽ കണ്ടുപിടിച്ചാൽ തന്നെ അത് സെക്സ് ചെയ്യാൻ പറ്റാത്തൊരു സമൂഹമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സെക്സിന് ഭയങ്കര ദാരിദ്ര്യമായിട്ടുള്ള സമൂഹമാണ്. അപ്പം ഈ മിക്ക ആൾക്കാർക്കും ഈ റിയൽ ആയിട്ട് സെക്സ് ചെയ്യാൻ സ്ഥലങ്ങൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പല ആൾക്കാരും ഓൺലൈനിൽ കൂടെയും വീഡിയോ കോളായിട്ടും ഒക്കെ, വീഡിയോ കോൾ ഒന്നും അത്ര സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല സെക്സ് ചെയ്യാൻ വേണ്ടി, എങ്കിൽ കൂടെയും ഓൺലൈനിൽ കൂടെയുള്ള സെക്സ് ചെയ്യൽ പരിപാടികളും ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പം ഓൺലൈനിൽ നമ്മുടെ കേരളത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കേരളത്തിൽ താമസിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ ഫേസ്ബുക്കിലൊക്കെ കുറച്ച് അറിയപ്പെടുന്ന സെക്സിനെ പറ്റി സംസാരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇൻബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഡെയിലി ഒരു 20-30 മെസ്സേജെങ്കിലും ഡെയിലി വരാറുണ്ട്. ഡെയിലി 20-30 മെസ്സേജെങ്കിലും എൻ്റെ ഇൻബോക്സിൽ വരും. അതിനകത്ത് ഇപ്പോൾ ഒരു 5 കൊല്ലത്തോളമായി ഞാൻ ഫേസ്ബുക്കിൽ 5-6 കൊല്ലത്തോളമായി ഫേസ്ബുക്കിൽ ഞാൻ നിരന്തരമായ പോസ്റ്റൊക്കെ ഇടുന്നു. ഈ 5-6 കൊല്ലത്തോളമായിട്ട് ഡെയിലി എൻ്റെ ഇൻബോക്സിൽ വരുന്നത് എന്തെങ്കിലും ഒരു സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആണുങ്ങൾ ഇങ്ങനെ ഒന്നെങ്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ റിയൽ ഐ ഡി വെച്ചിട്ടായിരിക്കും. ചില ആൾക്കാർ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അയക്കുക, ചില ആൾക്കാർ നമുക്ക് കണ്ടാൽ ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ത്രീയെ എങ്ങനെ സെക്സ് ചെയ്യാൻ അപ്രോച്ച് ചെയ്യണം നമുക്ക് അറിയില്ല ഇതിനകത്ത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം സ്ത്രീകൾ എന്തെങ്കിലും ഇപ്പം ഒരു ബിക്കിനി ഷൂട്ട് നടത്തുകയാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്സിനെ പറ്റി പോസ്റ്റ് ഇടുകയാകട്ടെ, സെക്സുമായി റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ബോഡി എക്സ്പോസ് ചെയ്തിട്ടോ ഒന്നും വേണ്ട, അവർ ജസ്റ്റ് 2-3 വെറുതെ 2 സാരി എടുത്ത് ഫോട്ടോ ഇടുവാണെങ്കിലും വെറുതെ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഇടുവാണെങ്കിലും ഫോട്ടോ എടുത്ത സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴും കേരളത്തിലെ ഒരുപാട് ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ എന്താ പറയുക, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുകയും അങ്ങനെ ഇവർ ഇൻബോക്സിലേക്ക് ഒരുപാട് മെസ്സേജ്, ചില ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്യും. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ കേസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളുടെ നാട്ടിലെ ഒരു MLA പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ഒരു ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനിൽ ഇരിക്കേണ്ട ഒരാളാണ്. അപ്പം ഒരാൾക്ക് നാളെ അദ്ദേഹത്തെ തേടി പോകേണ്ട ഒരു സ്ഥിതി വരാം. അപ്പം ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് സ്ത്രീകളുടെ ഇൻബോക്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോച്ച് ചെയ്യുമ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം രണ്ടുപേര് തമ്മിൽ സെക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സെക്സ് ചാറ്റ് ചെയ്യുന്നതോ ഒന്നും കുറ്റകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഒരു ജനപ്രതിനിധി അതിൻ്റെ എന്താ പറയുക, ഒരു സാധാരണ ഒരു നിലവാരമില്ലാത്ത, ഒരു വിദ്യാഭ്യാസമില്ലാത്ത, നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ അബോർഷൻ്റെ കേസ് സംസാരിക്കുവാണെങ്കിൽ അതിനകത്ത് പലർക്കും പല വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ അബോർഷന് പ്രേരിപ്പിച്ചത് തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായം കുറേ പേർക്കുണ്ട്. പക്ഷേ എനിക്കതിനകത്ത് വേറൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതായത് പലപ്പോഴും അബോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അബോർഷൻ ചെയ്യാൻ ആരും സമ്മതിക്കാറില്ല. അബോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര റൈറ്റാണ് ഒരാളുടെ.
അതായത് ഒരു കുട്ടിയല്ല അവിടെ ജനിക്കുന്നത്, ജസ്റ്റ് സെല്ലുകൾ മൾട്ടിപ്ലൈ ആവുകയും എംബ്രിയോ ഫോം ചെയ്യുകയും അങ്ങനെ സൈഗോട്ട് ആവുക, അങ്ങനത്തെ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള സെൽ ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം ബേസിക് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടത്തുമ്പോഴാണ് നമ്മൾ ആ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യുന്നത്. അത് നമ്മളുടെ സമൂഹത്തിൽ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം വിവാഹം കഴിച്ചിട്ടുള്ള ബന്ധങ്ങളിൽ തന്നെ ഒരു പെൺകുട്ടി അവൾക്ക് ഒരു കുട്ടീനെ വളർത്താനുള്ള സാഹചര്യം ഇല്ല, ഇപ്പം പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും അവളുടെ കരിയർ ബിൽഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാവട്ടെ, അത് വിശദീകരിക്കേണ്ട, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അബോർഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവരുടെ ഫാമിലി, ഈ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഫാമിലി അവരെ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കാറില്ല. അത് ഞങ്ങളുടെയും കൂടെ കുട്ടിയാണ്, അതിനകത്ത് ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ ഇടപെടും. ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങളുടെ തലമുറയാണ്, ഞങ്ങളുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പിന്തിരിപ്പൻ തയങ്ങളാണ് അബോർഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ തീരുമാനിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അബോർഷൻ എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം, സ്ത്രീക്ക് പരമാധികാരമുണ്ട് അബോർഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവളുടെ ചുറ്റുമുള്ള ആര് സമ്മതിച്ചില്ലെങ്കിലും അവൾക്ക് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാം. എനിക്ക് കുട്ടീനെ വേണ്ട, എനിക്ക് ഈ കുട്ടീനെ വേണ്ടെങ്കിൽ എനിക്ക് കുട്ടീനെ വേണ്ട, അതങ്ങനെ ഡിസിഷൻ എടുത്ത് അബോർഷൻ നടത്താനുള്ള റൈറ്റ് സ്ത്രീക്കുണ്ട്. കാരണം സ്ത്രീയുടെ ശരീരത്തിലാണ് പിന്നീട് ആ കുട്ടി വളരുന്നതും ആ കുട്ടീനെ പരിപാലിക്കേണ്ടതും ആ കുട്ടിക്ക് മുല കൊടുക്കേണ്ടതും അങ്ങനത്തെ എല്ലാ ജോലികളും അവളുമായി നിക്ഷിപ്തമായ ജോലികളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൻ്റെ ഒരു സ്ത്രീക്ക് പരമാധികാരമുണ്ട് അബോർഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള, ബാക്കി കുടുംബത്തിനെ ആരും സമ്മതിച്ചില്ലെങ്കിൽ. പക്ഷേ ഒരു കൺസെന്റ് ഉള്ളൊരു ബന്ധമാകുമ്പോൾ, സ്ത്രീ ഇതുപോലെ ഈ കുടുംബം ഒന്നും ഇൻക്ലൂഡ് ആവാത്തൊരു ബന്ധമാകുമ്പോൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടെ സെക്സ് ചെയ്തു അതിനകത്തൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത്, അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായി വരികയാണ്, അതിനകത്ത് ഇപ്പം സ്ത്രീക്ക് കുട്ടീനെ വളർത്താൻ താല്പര്യമുണ്ട്, പുരുഷന് കുട്ടീനെ വളർത്താൻ താല്പര്യമില്ല. അങ്ങനത്തെ ഒരു കേസ് വരുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ മിക്ക ആൾക്കാരും അത് അവളുടെ അവകാശമല്ലേ എന്ന് വാദിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വാദിക്കുന്നത്. അത് ആ കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ അച്ഛന് താല്പര്യമില്ലെങ്കിലും ഇതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അവരൊരുമിച്ച് സംസാരിച്ച് തീരുമാനം എടുക്കണം എന്നാണ്, തീരുമാനം ഹെൽത്തി ആയിട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് ഇപ്പം ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പം ചിലപ്പം ഇപ്പം ഈ സോ കോൾഡ് അവിഹിത ബന്ധങ്ങൾ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഇവർ കൺസെൻ്റ് ആയിട്ടുള്ള ബന്ധമായിരിക്കും. കൺസെൻ്റ് ആയിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായി വരുമ്പം അത് മറ്റേ ഒരാളെ സംബന്ധിച്ച്, ഒരാണിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ അച്ഛനാവാനോ ആ കുട്ടി അങ്ങനെ ഒരു കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനോ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ മദറിന് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അത് സ്ത്രീയുടെ എന്താ പറയുക പരമാധികാരമാണെന്ന് എനിക്ക് വാദിക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ ഒരു പുരുഷനും കറക്റ്റായിട്ട് അതിൻ്റെ റൈറ്റ് ഉണ്ട്. അപ്പോൾ പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റിലേക്ക് പോയിട്ട് ഏതെങ്കിലും മരുന്ന് കൊണ്ടേ കൊടുത്ത് പിന്നെ സ്ത്രീയെ കൊണ്ട് അബോർഷൻ ചെയ്യിക്കുക, മാനസികമായി ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിട്ട് അവരുടെ മാനസിക നില ഭയങ്കരമായിട്ട് വേറെ രീതിയിലാണ് അവരുടെ മനസ്സ് വർക്കാവുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പം അത് ഭയങ്കര ഹാർഷായിട്ടൊന്നും ഹാൻഡിൽ ചെയ്യാനും പാടില്ല. അതുകൊണ്ട് ഇത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ അബോർഷൻ എന്ന് പറയുന്നത് വളരെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുന്ന കാര്യമാണ്. അതിനകത്ത് ഞാൻ വാദിക്കുന്നത് സ്ത്രീക്ക് ഒരു കുട്ടിയിന്മേലുള്ള അവകാശം പോലെ തന്നെ പുരുഷനും അവകാശമുണ്ട്. അതായത് ഒരു സ്ത്രീക്ക് ഒരു കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരു പുരുഷന് അതൊക്കെ, അത് നമ്മളുടെ ഫെമിനിസ്റ്റുകൾ സ്ത്രീപക്ഷ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനടക്കം. അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു കുട്ടീനെ നമ്മളുടെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ആയിട്ടുള്ള ചോയ്സാണ് പുരുഷൻ്റെ. അതിനെയും നമ്മൾ വില വെക്കണം, ഫെമിനിസ്റ്റുകൾ വില വെക്കണം, സ്ത്രീപക്ഷ ആൾക്കാരെ എല്ലാവരും വില വെക്കണമെന്നാണ് എൻ്റെ ഒരു വാദം. അതുകൊണ്ട് തന്നെ പക്ഷേ അശാസ്ത്രീയപരമായിട്ടുള്ള സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അബോർഷൻ ഒരിക്കലും നടത്താൻ വേണ്ടി പാടില്ല. മാത്രമല്ല ഈ ഒരു അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ഒരാളാണ്. കാരണം അവരുടെ ബോഡി അപ്പോഴും മദർ ബോഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും അബോർഷൻ ചെയ്ത ഉടനെ ആണുങ്ങൾ എവിടെയെങ്കിലും പോവാതെ ആ സ്ത്രീയെ പരിപാലിച്ചുകൊണ്ട് നിൽക്കണം, വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്, എന്തായാലും ആണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകും. കാരണം സ്ത്രീകളുടെ അത്രയും വലിയ ഇമോഷണൽ ഇംബാലൻസ് ഒന്നും താങ്ങാൻ പുരുഷന്മാർക്ക് ചിലപ്പോൾ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു ആക്ടിൻ്റെ ഉത്തരവാദിത്വം നമ്മളും കൂടെ ചെയ്ത ഒരു കാരണം കൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നത് മനസ്സിലാക്കി ആ ആണുങ്ങൾ സ്ത്രീകളുടെ കൂടെ നിൽക്കണം. അപ്പോൾ സ്ത്രീകൾ ഇതിനെപ്പറ്റി അബോർഷൻ ഉണ്ടാകുമ്പോഴുള്ള മാനസിക നിലയെ പറ്റിയിട്ടും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തെ പറ്റി ഒരുപാട് പറയാറുണ്ട്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി. അതുപോലെ അബോർഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ആരും തുറന്നു പറയാറില്ല. കാരണം അബോർഷൻ കുറേ കേസുകളിലൊക്കെ അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസാണ് നടത്തുന്നത്. അപ്പം ഒരുപാട് പേര് പുറത്തു വന്ന് അങ്ങനെ പറയില്ല എനിക്ക് അബോർഷൻ ചെയ്ത് പിന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്.
പക്ഷെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായി, അബോർഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതുപോലെ ഇത് പുറത്ത് തുറന്നു പറയാൻ തയ്യാറായെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വിചാരിക്കും ഓ ഈ സ്ത്രീകൾക്ക് എന്താ. അപ്പോൾ എനിക്ക് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. അതിനെപ്പറ്റി ഡോക്ടേഴ്സും ഒക്കെ ഒരു അബോർഷൻ ചെയ്ത ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ പറ്റിയും ശാരീരികാവസ്ഥയെ പറ്റിയും എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പം ബ്രസ്റ്റിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ അബോർഷൻ ചെയ്തുകൊണ്ട് തന്നെ ചെയ്താലും പാല് അവിടെ ബ്രസ്റ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കത് അറിയത്തില്ല. അപ്പോൾ അതുപോലത്തെ ഒരുപാടുള്ള വേഗ കോൺസെപ്റ്റ് ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല. അപ്പോൾ അബോർഷൻ ചെയ്ത സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയണം. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ അത് അവെയർ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പം നാളെ തന്നെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച വീട്ടിലായിക്കോട്ടെ, ഒരു ഫാമിലി ആയിക്കോട്ടെ, ഒരു കുട്ടി ഒരു പെൺകുട്ടി അബോർഷൻ ചെയ്ത് വന്നിരിക്കുകയാണെങ്കിൽ അവരെ അതുപോലെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരും എങ്കിൽ മാത്രമേ സജ്ജരാകത്തുള്ളൂ. അതുകൊണ്ട് നല്ല അബോർഷനെ പറ്റിയിട്ടുള്ളതും അബോർഷന് ശേഷമുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും എല്ലാവരുടെയും മാനസികാരോഗ്യത്തെ പറ്റിയും തുറന്നു പറച്ചിലുകളും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സംവാദങ്ങളും വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്തപ്പം ഇതുപോലെ എന്നെ പോലെ തന്നെ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്ന് ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഏതൊരു സമൂഹത്തിലാണോ വിദ്യാഭ്യാസം കൂടി വരുന്നത് അവിടെ സെക്സ് ദാരിദ്ര്യം കൂടിക്കൂടി വരുമെന്ന്. അതായത് ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടും തോറും ആൾക്കാർക്ക് സെക്സ് ലഭിക്കുന്ന അവൈലബിലിറ്റി കുറയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പഞ്ചാബ് അതുപോലെ തന്നെ ഡൽഹി അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഈസിലി ആയിട്ട് സെക്സ് അവൈലബിൾ ആണെന്ന്. ഇപ്പോൾ ഒരു പുരുഷന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും അവിടെ കൂടുതലാണെന്ന്. അപ്പോൾ ഒരു പുരുഷന് വിചാരിച്ച ഒരു പെൺകുട്ടിനെ നോക്കി നമ്മുടെ നാട്ടുഭാഷ പറയുവാണെങ്കിൽ വളച്ചെടുക്കാനും അതുപോലെ തന്നെ അങ്ങോട്ട് ഇവർക്ക് അട്രാക്ഷൻ തോന്നുകയും അവർ സെക്സ് ചെയ്യുകയൊക്കെ നോർമൽ കാര്യം. അവരെന്നിട്ട് അവരുടെ ഫാമിലിയിൽ നിൽക്കുമ്പോൾ തന്നെ വേറൊരാളുമായിട്ട് സെക്സ് ചെയ്യുക, ഇതൊക്കെ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹത്തിൽ. പക്ഷേ വിദ്യാഭ്യാസം കിട്ടും തോറും സ്ത്രീകളെ അപ്രോച്ച് ചെയ്യാൻ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെ എന്താ പറയുക ചില പുരുഷന്മാർക്ക് അപ്രോച്ച് ചെയ്യാൻ പേടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ സ്ത്രീകൾക്ക് എങ്ങനെയുള്ള പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു കൺക്ലൂഷൻ എത്തിയത്. വിദ്യാഭ്യാസം കൂടുതൽ ലഭിക്കുന്ന സമൂഹത്തിൽ ലൈംഗിക ദാരിദ്ര്യം കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് ഞാനിതിൻ്റെ ഈ ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എനിക്കിതിനെപ്പറ്റി വലിയൊരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിയാണ്. കാരണം ഇപ്പം നമ്മളിപ്പം സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ നാട്ടിലെവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ നാട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കേസ് പറയുവാണെങ്കിൽ നാട്ടിലെ ആരെങ്കിലും നോക്കി വളച്ച് അങ്ങനെ സെക്സ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷെ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ നിലയും വിലയുമുള്ള എനിക്കിപ്പം പെട്ടെന്ന് ഒരാളവിടെ പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആരെയും വായി നോക്കാൻ പോലും പറ്റാറില്ല. അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോകണം, നമുക്ക് ഒരാളെ വായി നോക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേരുണ്ട്, എനിക്കൊരു റെപ്യൂട്ടേഷനുണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും നോക്കുവാണെങ്കിൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇന്നയാൾ പോയി അപ്പുറത്ത് പോയി പറയില്ലേടാ അവളെന്നെ നോക്കി, അപ്പോൾ ഒരു പ്രൈവസി, ഞാൻ ഇത്രയും സംഭവമായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകൾ കാരണം നമുക്ക് എന്താ പറയുക ഒരുപാട് പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. അതൊക്കെ ആയിരിക്കാം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിക്കും അതിനെ പറ്റിയിട്ടുള്ള എനിക്കും അത് അറിയത്തില്ല, അതെന്താണ് ശരിക്കും സംഭവം, ലൈംഗിക ദാരിദ്ര്യം അതിനെ പറ്റിയിട്ടൊക്കെ. ശരിക്കും ലൈംഗിക ദാരിദ്ര്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് ഡാറ്റയൊക്കെ വെച്ച് വല്ല ജെൻഡർ സ്കൂളുകാരൊക്കെ വല്ല സ്റ്റഡിയൊക്കെ നടത്തണം, PhD സ്റ്റഡിക്കൊക്കെ പറ്റിയൊരു ടോപ്പിക്കാണ്. എന്നാൽ മാത്രം നമുക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കുറേ അന്വേഷിച്ചുകൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഓരോന്നും ഇങ്ങനെ ഫോൾസ് ആയിട്ട് നമുക്ക് ഇന്നതായിരിക്കാൻ റീസൺ എന്നൊക്കെ ഊഹിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ കുറച്ചുകൂടെ അത് ക്ലാരിറ്റി ആയിട്ട് തോന്നി. എന്തായാലും സ്ത്രീകൾക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കരുത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം കൂടുതൽ ഉയർന്നു വരുന്ന സമൂഹത്തിൽ ലൈംഗിക ദാരിദ്ര്യം ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് എനിക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. കൺസെൻ്റ് ഉള്ള ബന്ധത്തിൽ ആ കൺസെൻ്റ് എങ്ങനെ മേടിച്ചെടുക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കൺസെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൺസെൻ്റ് അല്ലേ എന്നുള്ളതാണ് എൻ്റെ വാദം. അതായത് ഇപ്പം മാനിപ്പുലേറ്റഡ് കൺസെൻ്റ്, ഇപ്പം പ്രധാനപ്പെട്ട് പറയുവാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളൊരു കാര്യം.
അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ ഉണ്ട്. അത് സത്യസന്ധമായിട്ടുണ്ട്. പക്ഷേ ഫേക്ക് ആയിട്ടുള്ള കേസുകളുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസുകളുണ്ട്. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നത് നമ്മുടെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നുള്ളതാണ്. നിയമം കൾച്ചറലി നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒരേ നിയമമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പോക്സോ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർക്ക് 14 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്, 15 വയസ്സിൽ 16 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, അവരുടെ ഒരു ആചാരം പോലെ, അത് അവരുടെ സിസ്റ്റമാണ് അങ്ങനെ. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല നമുക്ക്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ദിരാ ജയ്സിംഗ് ഇതിനെ പറ്റിയിട്ടൊരു പ്രസ്താവനയൊക്കെ നടത്തിയായിരുന്നു, അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ്സിംഗ്. അതായത് ട്രൈബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഇങ്ങനെ ഈ പോക്സോ കേസിൽ നിന്നും ഒന്ന് ഒഴിവാക്കണം. അതായത് 16 വയസ്സിൽ ശരിക്കും അവർ കല്യാണം കഴിച്ച് കൊടുത്തായിരിക്കും, ഫാമിലിയൊക്കെ അറിഞ്ഞ്. പക്ഷെ എന്നാലും അവരെ എന്ത് ചെയ്യും, പോക്സോ കേസ് വന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതാണ് നമ്മളുടെ നിയമത്തിൽ കൾച്ചറലായിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഭയങ്കര കുറവാണ്. നമ്മുടെ നിയമത്തിൽ കൾച്ചറലായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റും കൂടെ വന്നാലേ അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന, ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈവിധ്യമായിട്ടുള്ള രാജ്യമാണല്ലോ. നമ്മുടെ കേരളം വെച്ച് നോക്കുമ്പോൾ ചില ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എത്രയാ 100 കൊല്ലത്തെ വ്യത്യാസമൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലത്തെ സ്ഥലത്താണ് എല്ലാവർക്കും ഒരേ നിയമം ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം ഇപ്പോൾ ഒരു ഉത്തരേന്ത്യനോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഒരു വില്ലേജിൽ ഒരു സാധാരണ ഒരു സ്ത്രീയെ ഒരാൾ വന്നിട്ട് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുത്ത്, അവർക്ക് അങ്ങനെ വാഗ്ദാനമൊക്കെ കൊടുത്ത് അവരുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് അവർ കടന്നു കളയുവാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ് അവിടെ ഫയൽ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ചില കോണ്ടെക്സ്റ്റിൽ ചില സ്ത്രീകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വിവാഹമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ്. അത് അവിടെ ഈ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അവിടെ ചില എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകൾക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പറ്റുമായിരിക്കും, വിവാഹമല്ല സെക്സിൻ്റെ ഒരു സെക്സ് ചെയ്താൽ എന്തായാലും അയാളെ തന്നെ വിവാഹം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ. നമ്മുടെ പുരോഗമന സമൂഹത്തിൽ അങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകൾ നമ്മളൊക്കെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അതായത് സെക്സ് എന്ന് പറയുന്ന ഒരാളെ സെക്സ് ചെയ്തെന്ന് വെച്ചാൽ അയാളോട് വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല. ഇപ്പം ഒരാൾ ഇപ്പം എന്നെ റേപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് ഞാൻ അയാളെ വിവാഹം കഴിക്കണമെന്നില്ല. ചില സമൂഹത്തിലൊക്കെ ഒരാൾ നമ്മളെ റേപ്പ് ചെയ്തിട്ടുണ്ട് അയാൾക്ക് തന്നെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു സ്ത്രീയുടെ ചാരിത്ര ശുദ്ധി, അവരുടെ കന്യകാത്വം, അതൊക്കെ ഭയങ്കര പവിത്രമാണെന്ന് കരുതുന്ന സമൂഹത്തിലാണ്, ഇങ്ങനത്തെ ഒരു സെക്സിനെ ഭയങ്കര പവിത്രമായി കാണുന്ന സ്ഥലത്താണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നൊക്കെയുള്ള കേസ് കൊടുക്കാൻ ആപ്റ്റായിട്ടുള്ളത്. പക്ഷെ അങ്ങനത്തെ സമൂഹങ്ങൾ, അങ്ങനത്തെ സ്ത്രീകളും ഒക്കെ എന്തായാലും ഇന്ത്യയിൽ ഉണ്ടാവും, എവിടെയെങ്കിലും ഒക്കെ എന്തായാലും ചെറിയ ചെറിയ വില്ലേജുകളിലും അങ്ങനെയൊക്കെ അങ്ങനെ മൈൻഡ് സെറ്റുള്ള സ്ത്രീകളുണ്ടാവും. പക്ഷേ നേരെ മറുവശം എടുത്ത് നോക്കുവാണെങ്കിൽ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇപ്പം എൻ്റെ ജനറേഷനിലൊക്കെ പെട്ട ആൾക്കാർ, നമ്മളുടെ ജനറേഷൻ, ഇപ്പം എൻ്റെ അമ്മയുടെ ജനറേഷനിലൊക്കെ പെട്ട ആൾക്കാരാണെങ്കിൽ പിന്നെയും പറയാം, അല്ലെ എൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ജനറേഷനിലൊക്കെ നടന്ന കാര്യമാണെങ്കിൽ പിന്നെ ഇത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസിലേക്കൊക്കെ നടക്കാം. ഇന്നിപ്പം നമ്മളുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ എനിക്കൊക്കെ അറിയാവുന്ന മിക്ക ആൾക്കാരും സെക്സ് ചെയ്ത് ഒരാളുടെ കൂടെ തന്നെ വിവാഹം കഴിക്കണം എന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. സെക്സിനെയൊക്കെ അതിൻ്റെ ഒരു വഴി കാണുകയും വിവാഹം വേറൊരു വഴിയിലും കാണുകയും ചെയ്യുന്ന ഒരാൾക്കാരാണ്. അതായത് വിവാഹമാണ് സെക്സിൻ്റെ ലൈസൻസ് എന്നോ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാൾക്കാരല്ല. അപ്പം ഈ സെക്സിനെയൊക്കെ ഇത്രയും സിമ്പിളായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ കൺസെൻ്റ് ആയിട്ട് സെക്സ് ചെയ്യുമ്പം അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കേസുമായി പോകുന്നത് നമ്മളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ, ഇന്നത്തെ നിലവിലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അവിടെയും ഈ ഫെമിനിസവും പുരുഷന്മാരും തമ്മിലുള്ള അടിയാണ് നടക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു കേസ് എടുക്കണം, രണ്ടുപേർ തമ്മിൽ പ്രണയിച്ച് അവർ വിവാഹം കഴിക്കണോ വിവാഹം കഴിക്കാതിരിക്കാനോ എന്ത് പറഞ്ഞാണ് രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നത്. ഇപ്പം വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞ് പ്രണയിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ആൺകുട്ടി ടോക്സിക് ആണെന്ന് മനസ്സിലായാൽ അവിടുന്ന് പെൺകുട്ടിക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് നമ്മുടെ ഫെമിനിസം അതാണ് പറയുന്നത്. അതായത് ആരെങ്കിലും ടോക്സിക് ആണെങ്കിൽ, ആണുങ്ങൾ ടോക്സിക് ആണെങ്കിൽ നമ്മൾ അയാളെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിതം അങ്ങ് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ആ സ്പേസിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോവാം.
ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെൺകുട്ടികളെ ആസിഡ് ഒഴിക്കുകയും പെൺകുട്ടികളെ അച്ഛന്മാരെ കുത്തുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ കേസുകൾ നമ്മൾ നിരവധി കാണാറുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഈ സെയിം സംഭവം ആൺകുട്ടികൾക്ക് ബാധകമല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നമ്മൾ രണ്ടുപേരും നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഇപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം ഉള്ളത്, പുരുഷന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്മാർക്കും വേറെ പുറത്തു പോകാനും ആൾക്കാരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ പുരുഷന്മാർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന രീതിയിൽ എപ്പോഴും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ചോദ്യം ചെയ്യുക, അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ ഇങ്ങനത്തെ ടോക്സിക് ആയ സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ടോക്സിക് ആയ സ്ത്രീ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ളൊരു ബന്ധമാണെന്ന് മനസ്സിലാകുമ്പോൾ അതിനകത്ത് നിന്ന് ആൺകുട്ടികൾക്ക് ഇറങ്ങി പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ആൺകുട്ടികൾക്ക് ഇറങ്ങി പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവർ. അപ്പോൾ അഥവാ ആൺകുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അവിടെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നൊരു കേസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഒരു പ്രശ്നം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ പെൺകുട്ടികളെ എങ്ങനെയാണോ ആസിഡ് അറ്റാക്ക് ചെയ്ത് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത്, അതുപോലെ തന്നെ ആൺകുട്ടികളെ അവരുടെ എന്താ പറയുക അവരുടെ ലൈഫ് കുളവാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ. അപ്പം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പിരിയുന്ന സമയത്ത് രണ്ടുപേരും ഹെൽത്തി ആയിട്ട് പിരിയുക എന്നുള്ളതാണ്. പിരിയുന്ന സമയത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകും. രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻഷിപ്പായിട്ട് അതൊരു കുറേ കാലത്തെ ബന്ധമായിരിക്കും, വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരിക്കും, കുറേ കാലത്ത് ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവുമായിരിക്കും. അതായത് ഇന്ന സമയത്ത് ഫോൺ വിളിക്കുക, എന്നും മെസ്സേജ് അയക്കുക, എവിടെ എല്ലായിടത്തും കാണാൻ പോവുക, എല്ലായിടത്തും കൂടെ പോവുക, അങ്ങനെ ഒരു ബന്ധത്തിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പിന്മാറുമ്പം അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഇവർ ഇതുപോലെ വൾഗറായിട്ട് ഈ പെരുമാറുന്നത്, ഈ ആൺകുട്ടികൾ ആസിഡ് ഒഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും ബൗണ്ടറികൾ സെറ്റ് ചെയ്ത് വ്യക്തമാക്കണം. എന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ സ്വഭാവം, എന്നിട്ട് അതനുസരിച്ചാണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞ് മാറാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഇവോൾവ് ആവുന്ന ആൾക്കാരും ഉണ്ട്. റിലേഷൻഷിപ്പിൽ ഇരുന്നിരുന്ന് വർഷങ്ങൾ കഴിയുമ്പോഴും ആൾക്കാർ പോകുന്ന സ്ഥലങ്ങൾ വേറെയാണ്, ജോലിക്ക് പോകുന്ന സ്ഥലങ്ങൾ വേറെയാണ്, അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ വേറെയാണ്. എന്നാൽ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്തായാലും അവരുടെ സാഹചര്യം മാറി മാറി വരുമ്പോഴും ഇതിനകത്ത് ബ്രേക്കപ്പ് ആവാനും ഒക്കെയുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം ബ്രേക്കപ്പ് ആകുമ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ട് ബ്രേക്കപ്പ് ആകുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരാളുടെ എന്താ പറയുക ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ പെട്ടെന്ന് ഇട്ടിട്ട് പോവാതെ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിന്ന് അപ്പോൾ അതൊക്കെ ആ ബന്ധത്തിൽ നിന്ന് സൗഹൃദമായി മാറ്റി വേർപെടുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൈസ ഇൻവോൾവ് ചെയ്യുന്ന റിലേഷൻഷിപ്പ്. മിക്ക റിലേഷൻഷിപ്പിനകത്തും പൈസ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാമ്പത്തികം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആൺകുട്ടികൾ കുറേ പൈസ മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും ഫോണൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ എന്ത് സാമ്പത്തികം ഉണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ആ സാമ്പത്തിക ഇടപാടുകൾ അവിടെ എൻഡ് ചെയ്യിക്കണം. അതായത് ആരൊക്കെ പൈസ എവിടെയൊക്കെ മുടക്കിയിട്ടുണ്ടോ അത് മാക്സിമം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. അല്ലാതെ ഒരാൾ ഇയാൾക്ക് വേണ്ടി ഇത്ര പൈസ മുടക്കിയിട്ട് പിന്നെ അയാൾ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തു തന്ന സംഭവങ്ങളെല്ലാം അതൊക്കെ വീട്ടിയിട്ട് ആ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പം സ്ത്രീക്ക് ഒരു ടോക്സിക് ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ തന്നെ പുരുഷനും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഒരു റൈറ്റ് നമുക്കുണ്ട്. എങ്ങനെയാണോ പെൺകുട്ടികളുടെ ലൈഫ് ആസിഡ് ഒഴിച്ച് അവരുടെ മുഖം വികൃതമാക്കി അവരുടെ ലൈഫ് മൊത്തം കുളമാക്കി അവരുടെ കരിയർ കുളമാക്കി ചില ആണുങ്ങൾ അവരുടെ ലൈഫ് മൊത്തം സ്പോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർ അവർ തമ്മിലുള്ള പ്രൈവറ്റ് ഫോട്ടോസ് എടുത്ത് നാട്ടിൽ മൊത്തം അയക്കും, അങ്ങനെ അവളെ ഭയങ്കര വൃത്തികെട്ടവളായിട്ട് ചിത്രീകരിച്ച് എല്ലായിടത്തും പറഞ്ഞു നടക്കും, അവളെ അങ്ങ് തരം താഴ്ത്തി അങ്ങ് എന്താ പറയുക അവളൊന്നും ഇല്ലാതെ അങ്ങ് ആക്കുന്ന പോലെ തന്നെ അതേ രീതിയിലുള്ള ആക്രമണമാണ് ഈ പെൺകുട്ടികൾ ആൺകുട്ടികളോട് ഇതുപോലെ ഈ സോഷ്യൽ ലൈഫ് ഇല്ലാതാക്കുമ്പോൾ നടത്തുന്നത്. ഇപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ വിവാഹം നൽകി പീഡിപ്പിച്ചു ഇങ്ങനത്തുള്ള കേസൊക്കെ വരുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ റിയൽ പീഡനമായിട്ട് വരും. ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള പീഡനം വന്നാൽ പോലും റിയൽ ആയിട്ട് ആരും ഇപ്പം മീറ്റ് വിളിച്ചാൽ പോലും ആരും മീറ്റ് വിശ്വസിക്കാത്തൊരവസ്ഥയായി. അതാണ് ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ ആയിട്ട് ഇപ്പോൾ ഒരാളെ പീഡിപ്പിച്ചു, ആരെങ്കിലും ഇപ്പോൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നാളെ ഒന്ന് പറയുവാണെങ്കിൽ അത് ഇവർക്ക് ഇങ്ങനെ പറയാം, ഇതിപ്പോൾ സത്യമാണോ എന്ന് ആർക്കറിയാം, നുണയാണെന്ന് ആർക്കറിയാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകനെതിരെ മീറ്റ് വന്നു. ആ മീറ്റ് വന്നപ്പം എൻ്റെ മനസ്സിലുണ്ടായത്, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരെ ഇട്ടു, ഇത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാമെന്ന്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് മീറ്റ് വന്നിട്ട് കുറേ ഫേക്ക് മീറ്റും ഒക്കെ വന്നിട്ട് അതിൻ്റെ ക്രെഡിബിലിറ്റി പോയി. സത്യം പറഞ്ഞാൽ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ്? പ്രിഡേറ്റർ ആയിട്ടുള്ള ആണുങ്ങൾക്ക് തന്നെയാണ്. പ്രിഡേറ്റർ ആയിട്ടുള്ള ആണുങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവന്മാർ പറഞ്ഞാലും വിശ്വസിക്കുമെന്നില്ലെന്ന് പറഞ്ഞാൽ അവന്മാർ കയറി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത അവസ്ഥയും കൂടിയാവും. അതാണ് അതിനകത്തൊരു പ്രശ്നം.
അത് ഈ മീറ്റു കേസ് മാത്രമല്ല, എല്ലാ കേസും പോക്സോ കേസും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഫേക്കായിട്ട് വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി തീർക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഭയങ്കര അനിവാര്യമാണ്. കാരണം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ശിക്ഷാർഹമാണെന്ന് പബ്ലിക്കിൽ എഴുതി വെക്കേണ്ട ഗതികേടുള്ള ഒരു നാടാണ് നമ്മുടേത്. അതായത് നമ്മൾ എവിടെ പോയാലും പുരുഷന്മാർക്കെതിരെയുള്ള അക്രമങ്ങൾ ശിക്ഷാർഹമാണെന്ന് ഒരു ബോർഡും കാണാറില്ല. പക്ഷെ ട്രെയിനിൽ പോയാൽ കാണാം, അവിടെ പോയാൽ ഇവിടെ പോയാൽ കാണാം, അല്ല ഓഫീസുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോഷ് ആക്ടിന്റെ എഴുതി വെച്ചിട്ടുണ്ടാവും. പോഷ് ആക്ട് ഒക്കെ എന്തുകൊണ്ടാണ് വന്നത്? അതുപോലെ അതായത് ഒരു ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. അപ്പൊ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യം വന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഒരുപാട് കേസുകൾ വരുന്നു എന്ന് പറയുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ശരിക്കും കേരളത്തിലേക്കാളും ഒരുപാട് കേസുകൾ നടക്കുന്നത് പുറത്തൊക്കെ ആയിരിക്കും. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭയം കുറവുള്ളത് കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ടും ആരെങ്കിലും ഒക്കെ വിളിച്ചോ പാർട്ടിക്കാരെയൊക്കെ വിളിച്ചോ കേസൊക്കെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടും നമ്മുടെ കേരളത്തിൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലാണ്. എന്ത് ക്രൈം ഉണ്ടായാലും അതിന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്കൂളുകളിലെ കൗൺസിലർമാരൊക്കെ, സ്കൂളുകളിലെ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ സ്കൂളുകളിലെ ഒരുപാട് ടീച്ചേഴ്സ് മോശമായിട്ടുണ്ട്, എന്നാൽ നല്ല ടീച്ചേഴ്സ് പിള്ളേരോടൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ മിണ്ടാതിരിക്കുവാണ് ടീച്ചേഴ്സ് പോയി ചോദിക്കുകയും അങ്ങനെയൊക്കെ ഇന്റർവെൻഷൻ നടത്താൻ വേണ്ടി ഇവിടെ ആൾക്കാരുണ്ട്. ചൈൽഡ് ലൈന് അതുപോലെയൊക്കെ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഇവിടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് നല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ക്രൈം റേറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂടും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കേരളത്തിന് വേണ്ടി ഒരു നിയമം അല്ലല്ലോ ഉള്ളത്. കേരളമല്ല ഒരൊറ്റ എന്താ പറയുക, ഒരു രാജ്യമല്ലല്ലോ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയാണ് ഒരു നിയമം മൊത്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര വയലൻസ് ആണ്, സ്ത്രീകൾക്കെതിരെ ഭയങ്കര വയലൻസ് ആണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ നോക്കിയാൽ അറിയത്തില്ല, ദളിത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, അവരെ എന്നിട്ട് പെട്രോൾ വെച്ച് കത്തിച്ച് കളയുന്നു, അവരെ ഹത്രാസ്, ഉന്നാവ് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കേസ്. എന്നിട്ട് ആ പീഡനത്തിലുണ്ടായ കുട്ടീനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, അവരുടെ മാതാപിതാക്കളെ വണ്ടി ആക്സിഡന്റ് ആക്കി കൊന്നു കളയുന്നു. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ആണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്നത്. ഇപ്പം കേരളത്തിലും സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ വയലൻസ് നടക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും കുറച്ച് മാറ്റങ്ങൾ ഇവിടെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള കുറേ ആൾക്കാരൊക്കെ കുറച്ച് സെലിബ്രിറ്റികളാണല്ലോ. ഇപ്പം ഞാൻ കുറേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുറേ. ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ വലിയ കാര്യമായിട്ട് വലിയ അധികം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതുവരെ കുറേ സെലിബ്രിറ്റികളായ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എന്ത് പറയുന്നു അതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള, നമ്മൾ എന്ത് എഴുതുന്നു, ആരെ പറ്റി എഴുതുന്നു, ഇതിനൊക്കെ ഓരോരോ വാല്യൂ ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിന്. അപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് മീറ്റുവും ഇതുപോലത്തെ കേസുകളൊക്കെ വരുമ്പം അതിനകത്ത് ക്രെഡിബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കേസൊക്കെ ഫേക്കാണെന്ന് നമുക്ക് തോന്നും. അപ്പം അതിനകത്ത് നിന്ന് റിയലും ഫേക്കും വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്, അത് 100% ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് കറക്റ്റായിട്ട് ശിക്ഷ ലഭിക്കണം. പക്ഷേ ഈ ശിക്ഷകളൊക്കെ ലേറ്റ് ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ കോടതി വ്യവസ്ഥയുടെ എന്താ പറയുക അപര്യാപ്തത കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഏത് കേസെടുത്ത് നോക്കിയാലും അത് വളരെ പയ്യെ കഴിഞ്ഞേ പോവുള്ളൂ. അതിന് കോടതിക്ക് ഇത്ര മാസം അവധി അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം അല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ ഏത് കേസ് പോയാലും ഭയങ്കര താമസിച്ചാണ് വരുന്നത്. അപ്പം അത് നമ്മളെ ഇന്ത്യയിലെ മൊത്തം നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നുള്ള കാര്യവും അതിനെതിരെ കറക്റ്റായിട്ടുള്ള ഈ നിയമത്തിലൊന്നും വിട്ടുവീഴ്ച അതൊന്നും വേണ്ട. പക്ഷേ ഈ നിയമങ്ങൾ അതിപ്പോൾ എന്ത് തരം നിയമങ്ങളായിക്കോട്ടെ, സ്ത്രീപക്ഷ നിയമങ്ങൾ മാത്രമല്ല വേറെ എന്ത് തരം നിയമങ്ങളാണേലും അത് ഫേക്കായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് പോലീസിൻ്റെ ഡ്യൂട്ടി, കേസ് കൊടുക്കുമ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് കറക്റ്റായിട്ട് മൊഴിയെടുക്കുക, കറക്റ്റായിട്ട് എവിഡൻസുകൾ ശേഖരിക്കുക, കറക്റ്റ് കേസുകൾ അതിൻ്റെ അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കൊക്കെ തന്നെ ഭയങ്കര എന്താ പറയുക, ഇപ്പം നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരാൾ വരുവാണെങ്കിൽ ഇപ്പം ഞാൻ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതെന്താ പറയുക, അതൊരു സംഭവമാണ്. ഇപ്പം ഞാൻ എന്നെ വെച്ചാണ് പറയുന്നത്. അതുപോലെ ഓരോ ആൾക്കാർ അവരവരുടെ ഫേസ്ബുക്ക് വളരെ സംഭവമാണ്. അപ്പോൾ നമ്മൾ ചില വിഷയത്തിൽ ഇങ്ങനെ നിന്നാലേ നമ്മൾ ഫെമിനിസ്റ്റ് ആവത്തുള്ളൂ. ഇപ്പം വേടൻ്റെ ഇഷ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെമിനിസ്റ്റുകൾ സർക്കിളിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേടൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പാടില്ല. ഞാൻ എന്തായാലും എന്താ പറയുക, സ്ത്രീകളുടെ ഭാഗത്തു നിന്നാൽ മാത്രമേ എന്നെ ഫെമിനിസ്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോധം വേണം. അതായത് നമ്മളുടെ എല്ലാവരുടെയും റിയൽ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാന്വേഷണം ആയിരിക്കണം.
സത്യത്തെ നമ്മൾ ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യം വേണ്ടത്. അല്ലാതെ നമ്മളുടെ പേര് വലുതാക്കാൻ വേണ്ടിയോ നമ്മളുടെ പേരിന് മോശം വരുന്നോ അല്ലെങ്കിൽ കളങ്കം വരുമെന്നോ പേടിച്ചൊന്നിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായി. ഇപ്പം എൻ്റെ ഒരുപാട് പേഴ്സണൽ സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നു. ഇപ്പോൾ കാരണം ഫെമിനിസ്റ്റ് സർക്കിളിൽ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ തകർന്നു. അവരുമായിട്ടൊക്കെ മിണ്ടാതെയായി. അവരൊക്കെ എന്നെ ഭയങ്കര മോശക്കാരിയായി കാണുകയും പീഡകനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ നമ്മളുടെ ഉള്ളിൽ അവർ എല്ലാവരും സഞ്ചരിക്കുന്ന പാതയിൽ കൂടെ പോകണോ? എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു പാതയുണ്ട്. ആ പാതയിൽ കൂടെ പോകണോ? സത്യം വേറൊരു വശം നമുക്ക് ബോധ്യപ്പെട്ട് നിൽക്കുമ്പോൾ സത്യത്തിന്റെ പാതയിൽ പോകണോ? ഇതാണ് അതിനകത്തൊരു വേണ്ടത്. അപ്പൊ എന്റെ പാത എന്ന് പറയുന്നത് ഞാൻ സത്യത്തെ അന്വേഷിക്കുന്ന ആളാണ്. എന്താണോ സത്യം, എനിക്ക് മനസ്സിലാകുന്ന സത്യം ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കുകയും എനിക്ക് ബോധ്യപ്പെട്ട സത്യത്തിന്റെ പുറകെ പോകുന്ന ആളാണ് ഞാൻ. അല്ലാതെ കുറേ ആൾക്കാർ ഒരു പാതയിൽ കൂടെ പോകുന്നുണ്ടെന്ന് വിചാരിച്ച് ആ പാത തന്നെ ആവണം സത്യം എന്നില്ല. അപ്പം എല്ലാവരും അവനവന്റെ ഈഗോ മാറ്റി വെച്ച് ഞാൻ ഇന്നത് വലിയ സംഭവമാണ്, ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇന്ന വിഷയത്തെ പറ്റി എഴുതിയാൽ മാത്രമേ വലിയ ആളാവൂ എന്നുള്ളത് മാറാതെ സത്യത്തിന്റെ പാത അന്വേഷിക്കുകയാണെങ്കിൽ സത്യത്തിന്റെ പാത ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്രിയമായിരിക്കുമല്ലോ, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പാതയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ മലയാളികളുടെ ഇരട്ടത്താപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയ അല്ല സത്യം പറഞ്ഞാൽ മലയാളികൾ, അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒപ്പീനിയൻ എല്ലാ ആൾക്കാരുടെയും ഉണ്ടെന്ന് വെച്ച് നമ്മൾ സോഷ്യൽ മീഡിയയാണ് എപ്പോഴും സ്ക്രോൾ ചെയ്യുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ മാറ്റി വെച്ച് നമ്മളിപ്പോൾ പോകുമ്പോൾ ട്രെയിനിൽ പോകുന്ന ആൾക്കാരോട്, ബസ്സിൽ പോകുന്ന ആൾക്കാരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു അവബോധം കിട്ടും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ സമൂഹം എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയ അല്ലാതെ സോഷ്യൽ മീഡിയ പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വായനക്കാരായിട്ടുള്ള ഒരു സമൂഹം പുറത്ത് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ പറ്റി അറിയാത്ത ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എന്താ പറയുക, അവരുമായിട്ടും കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഒരു പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രം വായിക്കുവാണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളത് മാത്രമാണ് സത്യം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും.